സിപിഎമ്മിലെ പ്രാദേശിക വിഭാഗീയത പൊട്ടിത്തെറിയിലേക്ക്. കൊല്ലത്തിനും പാലക്കാടിനും പിന്നാലെ പത്തനംതിട്ടയിലും തർക്കം. സമവായ ശ്രമവുമായി എം.വി. ഗോവിന്ദൻ പത്തനംതിട്ടയിൽ. കൊല്ലം കുലശേഖരപുരത്ത് ലോക്കൽ സെക്രട്ടറി രാജിവെച്ചു. നേതാക്കളുടെ പോരിൽ മനം മടുത്തെന്ന് പാർട്ടി ഗ്രൂപ്പിൽ പോസ്റ്റ്. ആലപ്പുഴയിലെ വീട്ടിലെത്തി ജി സുധാകരന് കൈകൊടുത്ത് കെ.സി. വേണുഗോപാൽ. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും കെ.സി. വേണുഗോപാൽ ദീർഘകാല സുഹൃത്തെന്ന് സുധാകരൻ. ഞാൻ സൂവില്ല കിടന്നപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം എൻ്റെ ഇത് നോക്കാൻ വേണ്ടി, അപ്പോൾ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, അതിനു വേണ്ടി വന്നതാണ്. മാധ്യമങ്ങൾക്കെതിരെ വീണ്ടും ഭീഷണിയുമായി കെ സുരേന്ദ്രൻ. ബി.ജെ.പിക്കെതിരെ വാർത്ത കൊടുത്താൽ ഓഫീസിലേക്ക് വരുമെന്ന് വിരട്ടൽ. വയനാട് പര്യടനം തുടർന്ന് പ്രിയങ്ക ഗാന്ധി. കൽപ്പറ്റയിലും ബത്തേരിയിലും മാനന്തവാടിയിലും പരിപാടികൾ. ഫിഞ്ചാൽ ആഘാതത്തിൽ പുതുശ്ശേരി മുങ്ങി. 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴപ്പെയ്ത്ത്. ചെന്നൈയിൽ 4 മരണം. കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം. നാളെ മുതൽ മഴ ശക്തമായേക്കും. ട്രാക്കോ ജീവനക്കാരന്റെ ആത്മഹത്യയിൽ കുറ്റസമ്മതവുമായി കമ്പനി ചെയർമാൻ. ഉണ്ണി മാനസികമായി സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്ന് വഴുതാനത്ത് ബാലചന്ദ്രൻ. സംഘർഷം അനുഭവിച്ചിരുന്നു ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ലേ. ഇതുകൊണ്ട് മാത്രമല്ല, എങ്കിലും അത് അദ്ദേഹത്തിന് ആ ഭാഗമുണ്ട്, സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിനുണ്ട്. പി ഉണ്ണിയുടെ മൃതദേഹം സംസ്കരിച്ചു. എറണാകുളത്തെ തീപിടുത്തങ്ങൾ നിയന്ത്രണ വിധേയം. സൗത്ത് പാലത്തിന് സമീപം ആക്രി ഗോഡൌൺ കത്തി നശിച്ചത് പുലർച്ചെ 2:30-ഓടെ. നെടുമ്പാശ്ശേരി ആപ്പിൾ റെസിഡൻസിയിലെ തീയണച്ചു. 4 കാറുകൾ കത്തി നശിച്ചു. മുനമ്പം ജനതയുടെ സമരം 50-ാം നാളിൽ. പരിഹാര നിർദ്ദേശങ്ങൾ ഇനിയും അകലെ. പ്രതീക്ഷ ജുഡീഷ്യൽ കമ്മീഷനിൽ. ആഭ്യന്തര വകുപ്പ് വേണമെന്ന ഡിമാൻഡിൽ ഉറച്ച ശിവസേന. വിലപേശലിൽ പ്രതിസന്ധിയിലായി മഹായുതി. സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിച്ചിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായില്ല.